അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സദുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ. സഹോദരങ്ങളെ, നമുക്കൊക്കെ ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് സമ്പത്ത് എന്നുള്ളത്. എന്നാൽ അത് കൂടുതൽ ദൂർത്ത് കാണിച്ചു തീർക്കാതെ ദീന് പറഞ്ഞ രീതിയിൽ നാം ചെലവഴിക്കണം. കാരണം അല്ലാഹുവിൻ്റെ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ. തീർച്ചയായും ദുർവ്യയം ചെയ്യുന്നവർ പിശാചുക്കളുടെ സഹോദരങ്ങളാകുന്നു. ദൂർത്ത് കാണിക്കുന്നവർ അവർ പിശാചിൻ്റെ സഹോദരങ്ങളാണ്. വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറ. തീർച്ചയായും പിശാച് തൻ്റെ രക്ഷിതാവിനോട് ഏറെ നന്ദി കെട്ടവനാണ് എന്ന് അവൻ്റെ ഖുർആനിലൂടെ അല്ലാഹു പറയാൻ. നമ്മുടെ ഭാര്യമാർക്കും മക്കൾക്കും നമ്മുടെ സമ്പത്ത് നൽകുന്ന സമയത്ത് എന്തിനാണ് എന്നതുകൂടെ നാം ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പക്വത എത്താത്ത മക്കൾക്ക് ആവശ്യത്തിലധികം പണം കൊടുക്കൽ ഹറാമാണ് എന്നിവരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു പറയാൻ, വലാ തുസ്സുഫഹാഅ അംവാലക്കുമുല്ലതീ ജഅലല്ലാഹു ലക്കും ഖിയാമൻ വർസുഖൂഹും ഫീഹാ വക്സൂഹും വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫ. വലാ തുസ്സുഫഹാഅ അംവാലക്കുമുല്ലതീ ജഅലല്ലാഹു ലക്കും ഖിയാമ. അള്ളാഹു നിങ്ങളുടെ നിലനിൽപ്പിനുള്ള മാർഗമായി നിശ്ചയിച്ചു തന്നിട്ടുള്ള നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങൾ വിവേകമില്ലാത്ത പക്വതയെത്താത്തവർക്ക് നിങ്ങൾ കൊടുക്കരുത്. കാരണം വർസുഖൂഹും ഫീഹാ വക്സൂഹും വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫ. എന്നാൽ അതിൽ നിന്നും നിങ്ങൾ അവർക്ക് ഉപജീവന മാർഗവും അതേപോലെ തന്നെ വസ്ത്രവും വാങ്ങിച്ചു കൊടുക്കുക. അവരോട് ഖൗലൻ മഅറൂഫ, മര്യാദയുള്ള വാക്ക് അവരോട് പറയുകയും ചെയ്യുക എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു പറയാൻ. മക്കൾ എന്തെങ്കിലും പൈസക്ക് ചോദിക്കുമ്പോഴേക്ക് എല്ലാം കൊടുക്കാൻ നിൽക്കരുത്. മറിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ വാങ്ങിക്കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടാവുക. പണം നാം ചെലവഴിക്കേണ്ടത് ആഖിറം നേടാനാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം. ഹൽ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ, അലാ തിജാറത്തിൻ, ഒരു കച്ചവടത്തെക്കുറിച്ച്, തുൻജീക്കും മിൻ അദാബിൻ അലീം, ആ കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ലാഭമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. എന്നിട്ട് തൊട്ടടുത്ത ആയത്തിലൂടെ അള്ളാഹു ഏതാണ് ലാഭകരമായ കച്ചവടം എന്ന് പറഞ്ഞു തരുന്നുണ്ട്. തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കലാണ്. വറസൂലിഹി, അവൻ്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കലാണ്. അതേപോലെ തന്നെ വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മസമരം നടത്തലാണ്. എങ്ങനെയാണ് ധർമ്മസമരം നടത്തേണ്ടത്? ഈ കാലഘട്ടത്തിലൊന്നും ജിഹാദിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ധർമ്മസമരം നടത്തേണ്ടത്, നിങ്ങൾ ജിഹാദ് നടത്തേണ്ടത് ബി അംവാലിക്കും വ അൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടാണ്. പാവപ്പെട്ടവർക്ക് നൽകി, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സദഖയായി കൊടുത്ത്, ഹദിയായി കൊടുത്തൊക്കെ നിങ്ങളുടെ സമ്പത്തിന് വിനിയോഗിക്കുക. ദാലിക്കും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറായത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു പറയാൻ. പണത്തിൻ്റെ മേൽ നമുക്കൊരു ബാധ്യതയുണ്ട്. നമ്മളൊരാൾക്ക് അവധി പറഞ്ഞ് കടം കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് അവൻ തന്നിട്ടില്ലെങ്കിൽ അവനോട് ആ കടം തിരിച്ചു ചോദിക്കൽ അവൻ്റെ മേൽ ബാധ്യതയാണ്. മഹാനായ അബൂ മുസ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂൽ പറയാണ്, സലാസത്തുൻ, 3 ആളുകൾ, യദഊനല്ലാഹ്, അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, പക്ഷേ ഫലാ യുസ്തജാബ ലഹും, അവർക്ക് അള്ളാഹു അവരുടെ ദുആക്ക് ഉത്തരം നൽകുന്നതല്ല. ഏതൊക്കെയാണ് ആ വിഭാഗം? 3 വിഭാഗം. ഒന്നാമത്തെ വിഭാഗം, റജുലുൻ, ഒരു മനുഷ്യനാണ്, കാനത്ത് ലഹു ഇംറഅത്തുൻ, അവനിക്കൊരു ഭാര്യയുണ്ട്, സയ്യിഅത്തുൽ ഖുലുഖ്, മോശമായ സ്വഭാവമുള്ള, പറഞ്ഞാൽ അനുസരിക്കാത്ത വ്യഭിചാരിയായ ഒരു ഭാര്യയുണ്ട്. ഫലം യുത്തല്ലിഖഹ, അവൻ അവളെ ത്വലാഖ് ചൊല്ലിയിട്ടില്ല. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിലൊക്കെ കണ്ണടച്ച് നിൽക്കുന്ന ഭർത്താവിൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നാണ്.
രണ്ടാമത് അള്ളാഹിൻ്റെ റസൂൽ പറയാണ് വറജുലുൻ കാന ലഹു അലാ റജുലിൻ മാലുൻ ഫലം യശ്ഹദ് അലൈഹി. ഒരാൾ മറ്റൊരാൾക്ക് അവധി പറഞ്ഞ് കടം കൊടുത്തു, പിന്നെ ഇവൻ അത് വാങ്ങാനോ അതിനെ ശ്രദ്ധിക്കാനോ നിന്നിട്ടില്ല. അങ്ങനെയുള്ള മനുഷ്യൻ്റെ ദുആയും അള്ളാഹു സ്വീകരിക്കുകയില്ല. മൂന്നാമത് വറജുലുൻ അഅ്താ സഫീഹൻ മാലഹു, തൻ്റെ സമ്പത്തിനെ പക്വതയില്ലാത്ത ആളുകൾക്ക് കൊടുക്കുന്നവരാണ്. അങ്ങനെയുള്ള 3 വിഭാഗം ആളുകളുടെയും ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ കടം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് തിരിച്ചു വാങ്ങണം. അതേപോലെ തന്നെ പക്വതയില്ലാത്ത ആളുകൾക്ക് നമ്മുടെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ കൊടുക്കുകയും ചെയ്യരുത് എന്ന് അള്ളാഹിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറാൻ അള്ളാഹു ഒരുപാട് സൂറത്തുകൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി പറയാൻ പോകുന്ന 6 സൂറത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ നമുക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടാനും സമ്പത്ത് വർദ്ധിക്കാനും ഉതകുന്നതാണ്. ഏതൊക്കെയാണത്? സൂറത്തുൽ കാഫിറൂനിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇസ്മായിലുൽ ഹഖുൽ ബറൂസവി തങ്ങൾ പറയുകയാണ്, വമൻ ഖറജ മുസാഫിറൻ ഫഖറഅ ഹാദിഹി സുവറൽ ഖംസ്, ആരെങ്കിലും പുറത്തേക്ക് സമ്പാദിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഈ 5 സൂറത്തുകൾ അവൻ പതിവാക്കിക്കൊള്ളട്ടെ. ഏതൊക്കെയാണ് 5 സൂറത്ത്? ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ അവൻ്റെ റൂമിൽ നിന്നൊക്കെ അവൻ സമ്പാദിക്കാൻ വേണ്ടി പുറത്തു പോകുമ്പോൾ ഈ 5 സൂറത്തുകൾ ഓതിക്കൊള്ളട്ടെ. ഏതൊക്കെയാണ് 5 സൂറത്ത്? 1 സൂറത്തുൽ കാഫിറൂനാണ്, അഥവാ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കാഫിറൂനും, രണ്ടാമത്തത് ഇദാ ജാഅ നസ്റുല്ലാഹ് എന്ന് പറയുന്ന സൂറത്തുൻ നസ്റും, മൂന്നാമത്തത് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നതും, നാലാമത്തത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും, അഞ്ചാമത്തത് ഖുൽ അഊദു ബിറബ്ബിൻ നാസുമാണ്. ഈ 5 സൂറത്തുകൾ ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത്, സമ്പാദിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ, മഹാനായ ഇസ്മായിലുൽ ഹഖുൽ ബറൂസവി തങ്ങൾ പറയാൻ, റജഅ സാലിമൻ ഗാനിമ, അവൻ തിരിച്ചു വരുന്നത് ഒരുപാട് സമ്പത്തുമായിട്ടായിരിക്കും. അവൻ്റെ സമ്പത്തിലൊക്കെ ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് ഈ സൂറത്ത് നമ്മൾ പതിവാക്കേണ്ടതാണ്. അതുപോലെ മറ്റൊരു സൂറത്താണ്, 6ാമത്തെ സൂറത്താണ് സൂറത്തുൽ വാഖിയ. സൂറത്തുൽ വാഖിയയുടെയൊക്കെ ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. അള്ളാഹിൻ്റെ റസൂൽ പറയുന്നുണ്ട്, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, അല്ലിമൂ നിസാഅക്കും സൂറത്തുൽ വാഖിയ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങളുടെ മക്കളെയൊക്കെ നിങ്ങൾ സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചു കൊടുക്കണം. അവരോട് മഗ്രിബ് ഇശാഇൻ്റെ ഇടയിൽ ഓതാൻ വേണ്ടി പറയണം. എന്നാൽ ഫഇന്നഹ സൂറത്തുൽ ഗിന, തീർച്ചയായും അത് ഐശ്വര്യത്തിൻ്റെ സൂറത്താണ്, സമ്പത്ത് വർദ്ധിക്കുന്ന സൂറത്താണ്. ഭാര്യമാർ ഓതിക്കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ സമ്പത്ത് വർദ്ധിക്കുന്ന സൂറത്താണ് എന്ന് അള്ളാഹിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അതുപോലെ എല്ലാ ദിവസവും 100 തവണ ഇനി പറയാൻ പോകുന്ന ദിക്ർ ചൊല്ലിയാൽ അവനിക്ക് സമ്പത്ത് വർദ്ധിക്കുന്നതാണ്. മഹാനായ അസദ് ഇബ്നു വദാ എന്ന മഹാനവറുകൾ പറയാൻ, അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ തൊട്ട് ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അദീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നാരെങ്കിലും പറഞ്ഞാൽ 100 മറ, 100 തവണ പറഞ്ഞു കഴിഞ്ഞാൽ, ഫീ കുല്ലി യൗമിൻ, എല്ലാ ദിവസവും 100 തവണ ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്ന ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ, ലം യസ്ബഹു ഫഖ്റുൻ അബദ, അവനിക്ക് ഒരിക്കലും ദാരിദ്ര്യം വരികയില്ല. അവൻ്റെ ദാരിദ്ര്യമൊക്കെ മാറുന്നതാണ്, അവൻ സമ്പത്ത് വർദ്ധിക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥതയോടുകൂടെ നമ്മളെല്ലാ ദിവസവും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അദീം എന്ന് 100 തവണ ചൊല്ലുകയും ഈ പറഞ്ഞ 6 സൂറത്തുകൾ നമ്മൾ പതിവാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി തരട്ടെ. ദാരിദ്ര്യങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തട്ടെ. നമുക്കൊക്കെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐക്യവും അല്ലാഹു നിലനിർത്തട്ടെ. ദുആ വസിയത്തോടുകൂടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.